ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നിവിൻ എഴുതി കൊടുത്ത ലവ് ലെറ്ററുമായി വിനീതും നിവിനും ഗംഗയുടെ വീട്ടിലെത്തുന്നുണ്ട്. ഗേറ്റിന് പുറത്ത് വണ്ടി നിർത്തുമ്പോഴേക്കും വിനീത് ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അളിയ, ലെറ്റർ വായിച്ച ഗംഗയ്ക്ക് എന്നോട് പ്രേമം തോന്നുമല്ലോ അല്ലേ എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. പ്രേമം തോന്നുന്നു, പ്രേമം കൊണ്ട് പൂതി തളിർക്കും, പിന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അമ്മ അതിരി വാക്കുകളല്ലേ എഴുതിയിരിക്കുന്നേ എന്ന് നിവിനും. അളിയ, നീയൊരു സംഭവം തന്നെ എന്ന് വിനീത് പറയുമ്പോ, എടാ നീ കേട്ടിട്ടില്ലേ, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് വെച്ചാ എന്ന് വിനീത് ചോദിക്കുമ്പോ, എടാ ഞാനാ നിന്റെ യഥാർത്ഥ ഫ്രണ്ടെന്ന് നിവിനും പറയുന്നുണ്ട്. ഓ അങ്ങനെ എന്ന് വിനീത് പറയുമ്പോ, എന്നാലേ നീ ആ ലെറ്റർ കൊണ്ട് കൊടുത്തിട്ട് വാ എന്ന് നിവിൻ പറയുമ്പോ പരിഭ്രമത്തോടെ, ഞാനോ എന്ന് വിനീതും. പിന്നെ ഞാനോ, നിന്റെ ലവ് ലെറ്റർ നീയല്ലാതെ വേറെ ആരെ കൊണ്ട് കൊടുക്കുക എന്ന് നിവിൻ ചോദിക്കുമ്പോ പേടിയോടെ, അത് നടക്കൂലളിയ, പ്ലീസ് അളിയ, ഞാൻ ലെറ്റർ കൊടുക്കുന്നത് കണ്ട അമ്മായി എന്ത് വിചാരിക്കും എന്ന് വിനീത് പറയുമ്പോൾ, എടാ നീ അമ്മായിക്കല്ലല്ലോ കൊടുക്കുന്നത് എന്ന് നിവിനും. എന്തളിയ, പ്ലീസ് ഡാ, നീയല്ലേ പറഞ്ഞത് നീ എൻ്റെ ഫ്രണ്ടാണെന്ന്, ഇതും കൂടെ ഒന്ന് ചെയ്തതാടാ എന്ന് പറഞ്ഞ് വിനീത് ആ ലെറ്റർ അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും, ഓ ശരി എന്ന് നടക്കെന്ന് പറഞ്ഞ് നിവിൻ അവനെയും കൂട്ടിക്കൊണ്ട് പോവുകയാ. അപ്പോഴാണ് അലക്കിയ തുണി വിരിക്കാനായി ഗംഗ അങ്ങോട്ട് വരുന്നത്. കൂടെ നിളയുമുണ്ട്. അവളെ കാണുന്ന വിനീതും മതിമറന്നു നോക്കി നിൽക്കുകയാ. നിവിനും അവളെ നോക്കിക്കൊണ്ട് ചിരിയോടെ ആ ലെറ്റർ തട്ടിക്കളിക്കുമ്പോഴേക്കും അത് കാണുന്ന വിനീതും പേടിയോടെ ഒഴിഞ്ഞു മാറി പോവുകയാ. ഇതാ കൊടുക്കെന്ന് പറഞ്ഞ് നിവിൻ ആ ലെറ്റർ നീട്ടുമ്പോഴേക്കും പുറകിൽ നിൽക്കുന്ന വിനീതിനെ കാണുന്നില്ല. അവനോട് ബൈക്കിനടുത്തെത്തിയിരുന്നു. നിവിനും അവന്റെ പുറകെ ഓടിച്ചെന്ന്, എടാ നീ എന്ത് പണിയാടാ കാണിച്ചേ എന്ന് ചോദിക്കുമ്പോൾ വിറയലോടെ, അളിയ ഡാ, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല അളിയ, പ്ലീസ് എടാ ഒന്ന് ഹെൽപ്പ് ചെയ്യളിയ എന്ന് വിനീത് അവന്റെ കൈ പിടിക്കുമ്പോൾ നിവിൻ അത് തട്ടിക്കളഞ്ഞുകൊണ്ട്, ഡാ പ്രേമിക്കുമ്പോഴേ കുറച്ച് ധൈര്യമൊക്കെ വേണം എന്ന് പറയുന്നുണ്ട്. എടാ നീ എന്റെ ഫ്രണ്ട് അല്ലേ, ധീരനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ധീരനല്ല നിവിൻ എന്ന് നിവിനും. എടാ ധീരനായി നിക്കണേ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യളിയ, എന്നെ കൊണ്ട് പറ്റൂല, അതുകൊണ്ടാ പ്ലീസ് എന്ന് വിനീതും. എന്നാലും നിന്റെ ലവ് ലെറ്റർ ഞാൻ കൊടുക്കാന്നൊക്കെ പറഞ്ഞ, എന്നാലും ഞാൻ എങ്ങനെ ഇത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് നിവിൻ ആലോചനയോടെ നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി അതിലെ നടന്നു വരുന്നത് കാണുന്നത്. ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് അവൻ ആ പെൺകുട്ടിയെ വിനീതിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ അഴയിൽ തുണി വിരിച്ചോണ്ടിരുന്ന ഗംഗയും കാറ്റ് വരുന്നുണ്ട്. തുണി പറന്നു പോകുമല്ലോ, ക്ലിപ്പ് ഇടണം, ഞാൻ ക്ലിപ്പ് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാ. വിനും ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്ന്, ഹായ് മോളു, നല്ല ചുന്ദരി ആയിരിക്കുന്നല്ലോ, എന്താ പേരെന്ന് ചോദിക്കുമ്പോൾ ലിൻഡ എന്ന ആ കുട്ടിയും. എന്നാലേ ലിൻഡ മോള് ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യോ എന്ന് നിവിൻ ചോദിക്കുമ്പോൾ, ഇല്ല, വെറുതെ ഞാൻ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നേ എന്നവളും. ഓ അതാണോ, ഹെൽപ്പ് ചെയ്താലേ മോൾക്ക് ഞങ്ങളൊരു ചോക്ലേറ്റ് മേടിച്ചു തരാം എന്ന് നിവിൻ പറയുമ്പോ അത് സമ്മതിച്ചോണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അവളും. നിവിൻ ആ ലെറ്റർ കാണിച്ചുകൊണ്ട്, ദേ ഈ ലെറ്റർ ആ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുക്കണം, അത്രയുള്ളൂ എന്ന് നിവിൻ പറയുമ്പോൾ, കാര്യം കഴിഞ്ഞിട്ട് വാക്കുമാറില്ലല്ലോ എന്ന് അവളും ചോദിക്കുക. ഇല്ലെന്നേ, മോൾ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വാ, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ നിവിൻ ആ കുട്ടിയെ ലെറ്ററുമായി പറഞ്ഞയക്കുകയാ. എല്ലാം നോക്കി നിന്ന വിനീതും നിവിനെ സൂപ്പറാടാ എന്നവനെ അഭിനന്ദിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ലെറ്ററുമായി ഓടിയെത്തുമ്പോഴേക്കും നിള മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നിവിനും വിനീതും ആ കാഴ്ച നോക്കി നിൽക്കുകയാ. ആ കുട്ടി നിളയെ വിളിച്ച് ആ ലെറ്റർ കൊടുക്കുമ്പോഴേക്കും അവളും അത് തുറന്ന് വായിച്ചു നോക്കുമ്പോഴാണ് ഗംഗ അങ്ങോട്ട് വരുന്നത്. ആഹാ, ഇതാരാ, ലിൻഡ മോളോ, എപ്പോ വന്നു എന്ന് ചോദിക്കുമ്പോ, ഇപ്പൊ വന്നതേയുള്ളൂ, ഇത് കൊടുക്കാൻ വന്നതാന്ന് ലിൻഡയും. ഇവളുടെ കയ്യിലെ ലെറ്റർ കണ്ട് എന്താ അത് എന്ന് പറഞ്ഞ് ഗംഗ അത് വാങ്ങി വായിച്ചു നോക്കുകയാ. അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നിവിനും, എടാ നമ്മുടെ അമ്പേ ലക്ഷ്യത്തിൽ തന്നെ കൊണ്ടു എന്ന് പറയുമ്പോൾ വിനീതും ചിരിയോടെ പ്രതീക്ഷയോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയാ. ലെറ്റർ വായിച്ചു കഴിയുമ്പോഴേക്കും ഗംഗയുടെ മുഖം ദേഷ്യം കൊണ്ട് മുറുകുമ്പോഴേക്കും, അളിയ കുഴപ്പമായോ എന്ന് വിനീതും നിവിനോടായി ചോദിക്കും. അപ്പോഴാണ് എന്ത് ചേച്ചി എന്നും ചോദിച്ച് കാവേരി അങ്ങോട്ടെത്തുന്നത്. ദേ നിളയ്ക്കാരോ ലവ് ലെറ്റർ കൊടുത്തു വിട്ടിരിക്കുന്നു എന്ന് ഗംഗ പറയുമ്പോഴേക്കും, നിളയ്ക്കോ എന്ന് അമ്പരപ്പോടെ ചോദിച്ച് കാവേരിയും അത് വാങ്ങി വാങ്ങിക്കുകയാ. അളിയ അമ്പു മാറിക്കൊണ്ട് എന്ന് നിവിനും വിനീതിനോടായി പറയുന്നുണ്ട്. ഗംഗയും നിളയോടായി, ആരാടി നിനക്ക് ലവ് ലെറ്റർ ഇടാൻ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊന്നും അറിയില്ല ചേച്ചി, ദേ ഈ ലിൻഡ ഇപ്പോൾ കൊണ്ടുവന്നതാ എന്ന് നിളയും. മോൾക്ക് ഇതാരാ തന്നതെന്ന് കാവേരി ചോദിക്കുമ്പോൾ, രണ്ട് മാമന്മാരാ എന്ന് ലിൻഡയും. അപ്പോഴേക്കും വിനീതോടെ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് അവരെവിടെയെന്ന് കാവേരി ചോദിക്കുമ്പോൾ, ദേ ഗേറ്റിനപ്പുറത്തുണ്ടെന്ന് ലിൻഡയും. അത് കേൾക്കെ, ആളിയ ബൂമറങ്ങായി തിരിച്ചടിച്ചു എന്ന് പരിഭ്രമത്തോടെ നിവിൻ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വിനീതിനെ കാണുന്നില്ല. അവനപ്പോഴേക്കും ഹെൽമെറ്റ് എല്ലാം ധരിച്ച് ബൈക്ക് തിരിക്കാനായി തുടങ്ങിയിരുന്നു. കാവേരി നോക്കുമ്പോഴേക്കും ബൈക്ക് കയറി പോകുന്ന അവരെയും ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന നിവിനെയും കാണുന്നുണ്ട്. രക്ഷപ്പെട്ടു പോയി കളഞ്ഞല്ലേ, ശരിയാക്കി തരാം എന്ന് കാവേരിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. പിന്നീട് നിവിനെ വിളിക്കുന്ന വിനീതിനെയാണ് കാണിക്കുന്നത്. അമ്മാവൻ എന്നെ വീട്ടിലേക്ക് വിളിച്ച കാര്യം പറയാനാ ഞാൻ വിളിച്ചതെന്ന് വിനീത് പറയുമ്പോൾ, എന്തിനെന്ന് നിവിനും. മിക്കവാറും ഗംഗയുടെ കല്യാണക്കാരും സംസാരിക്കാനായിരിക്കും എന്ന് വിനീത് പറയുമ്പോൾ, സംസാരിച്ചോണം എന്ന് നിവിനും. എടാ നീ കൂടി ഒന്ന് വന്നിരുന്നെങ്കിൽ
എന്ന് വിനീത് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാടാ അവിടെ എന്ന് നിവിനും. എടാ അവിടെ എന്താ സംസാരിക്കേണ്ടെന്ന് എനിക്കറിയില്ലെന്ന് വിനീത് പറയുമ്പോൾ വെച്ചിട്ട് പോടാന്ന് പറഞ്ഞ നിവിനും കോൾ കട്ട് ചെയ്യുകയാ. അപ്പോഴാണ് കാവേരി തന്റെ സ്കൂട്ടിയിൽ ചീറിപ്പാഞ്ഞ് അങ്ങോട്ടെത്തുന്നത്. അവിടെ മുറ്റത്ത് നിൽക്കുകയായിരുന്ന നിവിന്റെ അരികിലേക്ക് ചെന്ന് ദേഷ്യത്തോടെ എടോ ഇയാൾ എന്ത് തോന്നിവാസം ഈ കാണിച്ചത്? ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതിയോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ എന്ത് കാട്ടിയെന്നാ എന്ന് നിവിനും. കൂടുതലങ്ങ് നിഷ്കളങ്കം ചമയല്ലേ? ഇയാൾ എന്തിനാ എന്റെ അനിയത്തി നിളയ്ക്ക് ലവ് ലെറ്റർ കൊടുത്തത്? അവൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നത് അറിയോ എന്ന് കാവേരി ചോദിക്കുമ്പോൾ അത് നിളയ്ക്കല്ല എന്ന് നിവിനും. ഇനി ഉരുളാനൊന്നും നിക്കല്ലേ, വാ തുറന്ന ഗാന്ധിസവും ഓസോൺ പാളിയും കയ്യിലിരിപ്പാണെങ്കിലോ എന്ന് കാവേരി ചോദിക്കുമ്പോൾ ഞാൻ അത്രയ്ക്ക് മോശക്കാരനാണെന്നാണോ കുട്ടിക്ക് തോന്നുന്നത് എന്ന് നിവിൻ ചോദിക്കുമ്പോൾ പിന്നെ എന്താടോ എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു പെൺപിള്ളേർക്ക് ലവ് ലെറ്റർ കൊടുക്കുന്ന തന്നെ രൂപക്കൂട്ടിൽ വെച്ച് പൂജിക്കണോ? തനിക്ക് ഞാൻ പേരിട്ടിരുന്നത് ഓസോൺ പാളി എന്നായിരുന്നു. ശരിക്കുമുള്ള തന്റെ പേര് പോക്സോ. എന്റെ അച്ഛൻ അറിഞ്ഞാൽ എന്താ ചെയ്യാന്ന് തനിക്കറിയോ? അല്ലെങ്കിൽ എന്തിനാ അച്ഛൻ? അതൊരു പാവം. ഇതിനൊക്കെ ഞാൻ തന്നെ മതി. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കട്ടെ എന്ന് കാവേരി ചോദിക്കുമ്പോൾ ശരി ഇയാൾ കൊണ്ടുപോയി കൊടുക്കുന്ന നിവിനും. എന്താ എന്ന് കാവേരി ചോദിക്കുമ്പോൾ ഇയാൾ പോയി പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ അപ്പോഴെങ്കിലും സത്യം അറിയാലോ എന്ന് നിവിനും. എടോ എന്ത് സത്യമെന്ന് കാവേരി ചോദിക്കുമ്പോൾ ലെറ്റർ ഒന്ന് വായിച്ചു നോക്കിയാൽ സത്യം അറിയാലോ എന്ന് നിവിനും. ഇതൊക്കെ എന്റെ പട്ടി വായിക്കുമെന്ന് കാവേരിയും. എടോ ലെറ്റർ കൊടുത്തത് നിളയ്ക്കല്ല നിളയുടെ ചേച്ചിക്കാ എന്ന് നിവിൻ പറയുമ്പോൾ ആർക്ക്? ഗംഗ ചേച്ചിക്കോ എന്ന് കാവേരിയും. എടോ ഗംഗ ചേച്ചിയുടെ കല്യാണം തീരുമാനിച്ച പോലെയാടോ. അന്തസ്സുണ്ടെങ്കിൽ ഇയാൾ വീട്ടിൽ വന്ന് ആലോചിക്കണം, അല്ലാതെ കൊച്ചുകുട്ടിയുടെ കയ്യിൽ ലവ് ലെറ്റർ കൊടുക്കുകയല്ല വേണ്ടത് എന്ന് കാവേരി പറയുമ്പോൾ പിന്നെയും ആള് മാറി എന്ന് നിവിനും. ആള് മാറിയെന്ന് വെച്ചാ പിന്നെ ആരെ? ഞാനോ എന്ന് പറഞ്ഞ് ആ ലെറ്റർ അവന്റെ കയ്യിലേക്ക് കൊടുത്ത് ഇത് ഇയാള് തന്നെ വെച്ചോ. ഒരാണും പെണ്ണും തമ്മിൽ കണ്ടുമുട്ടി ഒന്ന് രണ്ടിടത്ത് വെച്ച് വഴക്ക് കൂടിയ പ്രേമം പൊട്ടിമുളയ്ക്കാൻ ഇതെന്താ സിനിമയോ അതോ സീരിയലോ എന്ന് കാവേരി ഒച്ചയെടുക്കുമ്പോഴേക്കും എടി എന്ന് വിളിച്ച് രാജേശ്വരിയും അങ്ങോട്ടെത്തുകയാ. എന്താടി നിനക്കെന്ന് കാവേരി ചോദിക്കുമ്പോൾ എന്താന്ന് നിങ്ങളുടെ മകനോട് ചോദിച്ചു നോക്കെന്ന് കാവേരിയും. മകനോട് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല, നീയാണ് ഇവിടെ വന്ന് ബഹളമുണ്ടാക്കുന്നത്. ഈ മുറ്റത്തു നിന്ന് പിഴക്കോഴി കൂവണ്ടെന്ന് രാജേശ്വരിയും. കൂവും, വേണ്ടി വന്ന മയക്ക് വെച്ച് കൂവും. നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് കാവേരിയും. ഈ രാജേശ്വരി ആരാണെന്നേ നിനക്കറിയില്ല എന്ന് രാജേശ്വരി പറയുമ്പോൾ അറിയാം, നല്ല ഭംഗിയായിട്ട് അറിയാം. നാട്ടിലെ പെൺകുട്ടികൾക്ക് മുഴുവൻ അടക്കവും ഒതുക്കവും മര്യാദയും പഠിപ്പിക്കുന്ന ടീച്ചറല്ലേ. എന്നിട്ടെന്താ മകനെ മര്യാദ പഠിപ്പിക്കാത്തത്? പെൺകുട്ടികളെ അങ്ങനെ വളർത്തണം ഇങ്ങനെ വളർത്തണം എന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ നിങ്ങൾ. എന്റെ അച്ഛന് വരെ ക്ലാസ് എടുക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ടെന്താ ഇങ്ങനൊരു ലോക തെരുവിയെ വളർത്തി വെച്ചിരിക്കുന്നത്? അതോ അടക്കവും ഒതുക്കവും മര്യാദയും ഒക്കെ പെൺകുട്ടികൾക്ക് മാത്രം ബാധകമാണോ? ആൺകുട്ടികൾക്ക് എന്തുമാകാന്നാണോ എന്ന് കാവേരി ചോദിക്കുമ്പോൾ ഡി എന്ന് ദേഷ്യത്തോടെ രാജേശ്വരിയും വിളിക്കുക. കാവേരിയും നിവിനോടായി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാ പോലീസ് കംപ്ലൈന്റിനൊന്നും പോവില്ല കാവേരി, റിസോർട്ട് അടക്കം കത്തിക്കും ഞാൻ എന്ന് വെല്ലുവിളിച്ചോണ്ട് അവൾ അവിടുന്ന് പോവുകയാ. രാജേശ്വരിയും ദേഷ്യത്തോടെ നിവിനോടായി എന്താടാ അവളിവിടെ കാട്ടിക്കൂട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ അതമ്മേ കാവേരിയുടെ ചേച്ചി ഉണ്ടല്ലോ ഗംഗ, ആ കുട്ടിക്ക് കല്യാണം ആലോചിക്കുക എന്ന് നിവിനും. അതിന് എന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ നമ്മുടെ വിനീതില്ലേ, അവൻ ആ പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമാ, ആ കാര്യം പറഞ്ഞതാ ഞാൻ എന്ന് നിവിനും. കാവേരിയും ഗംഗയും ഒക്കെ കടലിലൊക്കെ പോയി തുലയട്ടെ, അതിന് നിനക്കെന്താടാ എന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ അമ്മേ കാര്യം അറിയാതെയാണ് കാവേരി എന്ന് നിവിനും. കാര്യം അറിയാതെയോ? അവൾക്ക് അറിവിത്തിരി കൂടുതലാ. ഒരു പെൺകുട്ടിയുടെ നാവിന്ന് വരേണ്ട വർത്തമാനമാണോ അവൾ പറഞ്ഞത് എന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ വിട്ടേക്കമ്മേ എന്ന് നിവിനും. രാജേശ്വരിയെയാ അവൾ ഈ മുറ്റത്ത് വന്ന് വെല്ലുവിളിച്ചത്, വീടില്ല ഞാൻ എന്ന് പറഞ്ഞ രാജേശ്വരിയും അകത്തോട്ട് കയറി പോവുകയാ. പിന്നീട് സ്നേഹതീരത്തിൽ അമ്മാവൻ വിളിച്ചെത്തിയ വിനീതിനെയാണ് കാണിക്കുന്നത്. എല്ലാവരും ഒന്നിച്ച് ഡൈനിങ് ഹാളിൽ ഇരിക്കുമ്പോഴേക്കും സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അമ്മാവനൊന്നും പറഞ്ഞില്ല എന്ന് വിനീത് പറയുമ്പോൾ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, അത് നീ നല്ല രീതിയിൽ എടുക്കണം എന്ന് അമ്മാവനും. അമ്മാവൻ എന്തു പറഞ്ഞാലും ഞാൻ നല്ല രീതിയിൽ എടുക്കും. അമ്മാവൻ പറയുന്നത് എന്റെ നല്ലതിനു വേണ്ടി ആയിരിക്കുമല്ലോ. പറഞ്ഞു അമ്മാവ എന്താ കാര്യം എന്ന് വിനീത് ചോദിക്കുമ്പോൾ അപ്പുറത്ത് ഡൈനിങ് ടേബിളിൽ ഇരിക്കായിരുന്ന അമ്മുമ്മയും ഇത്ര പറയാൻ എന്തിരിക്കുന്നു, തേൻപുരട്ടിയെ കത്തിക്കൊണ്ടേ നിന്റെ കഴുത്തറുക്കാനാണ് അവൻ വിളിച്ചത് എന്ന് പറയുന്നുണ്ട്. അമ്മേ ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന് അമ്മയോടായി പറഞ്ഞ് വിനീതിനോടായി വാ നമുക്ക് പുറത്തു പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് വിനീതിനെയും വിളിച്ചോണ്ട് പുറത്തോട്ട് ഇറങ്ങി പോവുകയാ. നിനക്കറിയാലോ ഈ വരവിൽ ഗംഗയുടെ കല്യാണം നടത്താനായിരുന്നു എന്റെ ഉദ്ദേശം, അത് നടത്തണം എന്ന് സിറ്റൗട്ടിൽ നിന്ന് അരവിന്ദൻ വിനീതിനോടായി പറയുമ്പോഴേക്കും ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന കാവേരിയുടെയും യമുനയുടെയും അടുത്തേക്ക് വരുന്ന ഗംഗ എന്തായി പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല ഇപ്പോൾ പറയുമെന്ന് പറഞ്ഞ് സിറ്റൗട്ടിൽ നിൽക്കുന്ന അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കാവേരി. നിനക്ക് ഗംഗയെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, ഇവിടെ ഞങ്ങൾക്കെല്ലാവർക്കും അതിന് സമ്മതവുമായിരുന്നു. പക്ഷേ എന്ന് അരവിന്ദൻ പറയുമ്പോഴേക്കും ഈ അച്ചമ്മയാ മൊത്തം കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എന്ന് യമുനയും ഗംഗയോടായി പറയുന്നുണ്ട്. അമ്മാവൻ പറഞ്ഞോ എന്ന് വിനീത് പറയുമ്പോൾ ഞാൻ ഗംഗയുമായിട്ട് സംസാരിച്ചു, ഓക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല. മോനെ ഗംഗയ്ക്ക് വേറൊരു കല്യാണം ആലോചിക്കുക, ചെറുക്കനും കൂട്ടരും നാളെ വരും എന്ന് അമ്മാവൻ പറയുന്നത് കേൾക്കെ വിനീതും വല്ലതാവുന്നുണ്ട്. എല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്ന അമ്മുമ്മയും ഗംഗ വിനീതിനുള്ളതാണെന്ന് പിറന്ന നാള് തൊട്ടേ പറയുന്നതാ എന്ന് വിളിച്ചു പറയുമ്പോൾ അമ്മ കുട്ടികളായിരിക്കുമ്പോൾ പറയുന്നത് അതുപോലെയൊക്കെ നടക്കുമോ
എന്ന് ശാരദയും ചോദിക്കുക. വലുതാവുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്ന് ശാരദ ചോദിക്കുമ്പോൾ, ഓ, ആകാശത്തുനിന്ന് സ്വർണ്ണനൂലിൽ ഇറങ്ങി വരും ഇപ്പോൾ രാജകുമാരൻ എന്ന് അച്ചമ്മയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. രവീന്ദ്രനും വിനീതിനോടായി, മോനെ, ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ കുടുംബത്തിന് വേണ്ടിയാ. എന്റെ ഭാര്യയുടെയും മക്കളുടെയും സന്തോഷം എന്റെ സന്തോഷം എന്ന് പറയുമ്പോൾ, ഗംഗയെ എനിക്ക് കല്യാണം കഴിച്ചു തന്ന അവളെ ഞാൻ സന്തോഷമായി നോക്കില്ലെന്നാണോ അമ്മാവൻ പറയുന്നത് എന്ന് വിനീതും ചോദിക്കുക. എടാ, നിനക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോ ഈ മഞ്ഞും മലയും ഒക്കെ കാണുന്നത് ഇഷ്ടമാ. ഗംഗയ്ക്കത് ഇഷ്ടമല്ലെങ്കിലോ? ഇവിടെ നീ പരിചയപ്പെട്ട ആളുകൾക്കൊപ്പം ജീവിത അവസാനം വരെ കഴിയുന്നതാ നിന്റെ സന്തോഷം. അവൾക്കത് ബോറടിക്കും. അവൾക്ക് വേറെ ലോകം കാണണം, പുതിയ ആൾക്കാരെ പരിചയപ്പെടണം, പുതിയ കുടുംബമുണ്ടാവണം. ആ തയ്യൽ മെഷീൻ കഴിഞ്ഞ യേശുദാസിന്റെ പാട്ടുകൾ മാത്രമാ നിന്റെ ലോകം. അവൾക്കത് ബോറടിക്കുമെങ്കിലോ? മോനെ, സ്വന്തം വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒപ്പം ജീവിക്കാൻ കഴിയുന്നത് ഭാഗ്യമാ. മാറി നിൽക്കുമ്പോഴേ നഷ്ടപ്പെട്ടതിന്റെ വിലയറിയൂ. 19ാമത്തെ വയസ്സിൽ ഗൾഫിലേക്ക് പോയവനാ ഞാൻ. ഇപ്പോൾ വർഷം എത്രയായെന്നോ? നീ തന്നെ കൂട്ടി നോക്ക്. അതിനിടെ അത്രയും ദിവസം ഞാൻ ഇവിടെ ഒരുമിച്ച് താമസിച്ചിട്ടേ ഇല്ല. ഇവിടെ വെയിലത്തേക്കൊന്നിറങ്ങിയ ചൂടെടുക്കുന്നോ വേർക്കുന്നോന്നും പറഞ്ഞ് ഫാനിന്റെ ചുവട്ടിലേക്ക് ഓടാം. അവിടെ അത് പറ്റൂല. ചുറ്റും മരുഭൂമിയാ. നിഴലിന്റെ തരുമ്പ് പോലുമില്ല. പണിയെടുക്കണം. ചൂടെടുത്താലും വിയർത്താലും കുഴഞ്ഞു വീണാലും കൂടെയുള്ളവരെ വീണ് മരിക്കുന്നത് അമ്മാവനി കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അവിടെ ചെന്നിറങ്ങുമ്പോൾ മുതൽ തിരിച്ചു പോകുന്ന ദിവസത്തിനു വേണ്ടി ആശിച്ച് മോഹിച്ച് തപസ്സിരിക്കുന്നതാ. പക്ഷെ പറ്റില്ല. പിടിച്ചു നിൽക്കണം. കുടുംബത്തിന് വേണ്ടി പൊരുതണം. എന്റെ മക്കൾ പലരും ജനിക്കുമ്പോൾ ഞാൻ ശാരദയുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. എന്റെ കാവേരി മോളുടെ മുഖം നേരിട്ട് കാണുന്നത് അവൾക്ക് 3.5 വയസ്സുള്ളപ്പോഴാ. അതുവരെ അവളെ വേറെ എവിടെ വെച്ച് കണ്ടാൽ പോലും ഞാൻ തിരിച്ചറിയില്ല. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോ അയച്ചു കിട്ടി. അന്ന് ഈ ഫോട്ടോയും വീഡിയോയും ഒന്നും കാണാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എന്റെ മോളുടെ മുഖം കണ്ടപ്പോൾ ചിരിക്കുകയല്ല, കരയുകയാണ് ഞാൻ ചെയ്തത്. നെഞ്ചുപൊട്ടി. എന്നച്ചൻ പറയുന്നത് കേൾക്കെ കാവേരിക്കും ആകെ വിഷമമാവുന്നുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ ആദ്യം ആ പേര് വിളിക്കുന്നത് നടക്കുന്നത് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കൊതിയുണ്ടായിരുന്നു. എന്റെ സങ്കടം അതാണെങ്കിൽ ശാരദയ്ക്ക് വേറൊരു സങ്കടം. ഞാനില്ലാതെ ഒറ്റയ്ക്കിവിടെ കുടുംബം നോക്കി നടത്തണം. അതും 4 പെൺകുഞ്ഞുങ്ങള്. ഈ കുടുംബം ഇതുപോലെ സന്തോഷമായി നിലനിർത്താൻ ഓരോരുത്തരും സഹിച്ച വേദനയും സങ്കടവും പറഞ്ഞെന്നേ ഉള്ളൂ. അതുകൊണ്ട് മനസ്സിന് ഇഷ്ടമല്ലെങ്കിലും ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ എന്ന് അമ്മാവൻ പറയുമ്പോൾ ഞാനൊന്നും എതിര് പറഞ്ഞില്ലല്ലോ അമ്മാവ എന്ന് വിനീതും. സുജാതയ്ക്കും സങ്കടം ഉണ്ടാവുമെന്നറിയാം. ഞങ്ങൾ നിനക്ക് വേണ്ടി വേറൊരു നല്ല പെൺകുട്ടിയെ നോക്കാം മോനെ എന്ന് അമ്മാവൻ പറയുമ്പോൾ ഒരു ചിരിയോടെ, ഏയ്, അതൊന്നും ഇപ്പോൾ ആലോചിക്കണ്ട അമ്മാവ. നാളെയല്ലേ പെണ്ണുകാണൽ ചടങ്ങ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പന്തലിടാനോ സാധനങ്ങൾ വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലും. പോയിട്ട് വരട്ടെ അമ്മാവാ എന്ന് പറഞ്ഞ വിനീത് സങ്കടത്തോടെ ഇറങ്ങി പോകുമ്പോഴേക്കും അകത്തുനിന്ന് എല്ലാവരും സിറ്റ് ഔട്ടിലേക്ക് ഓടിയെത്തുന്നുണ്ട്. അപ്പോഴേക്കും പടിക്കലേക്ക് എത്തിയിരുന്ന വിനീതും ഒരു നിമിഷം കണ്ണു നിറഞ്ഞ് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവിടെ നിറങ്ങി പോവുകയാ. അവിടെ എല്ലാവരും സങ്കടത്തോടെ അച്ഛനെയും ചേർത്ത് പിടിച്ച് നിൽപ്പാ. രാത്രിയാവുമ്പോൾ സങ്കടം സഹിക്കാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് തന്റെ തയ്യൽ മെഷീൻ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന വിനീതിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.